അൽമോദ്, പൊന്നാനി മലപ്പുറം മണ്ഡലങ്ങളിലെ പ്രചരണം എങ്ങനെയാണ്? മൂന്ന് മുന്നണികളും ആത്മവിശ്വാസത്തിലാണോ? നമുക്കറിയാം, പെരുന്നാളിൻ്റെ ഒരു ആഘോഷം അതിന് മുൻപ് കുറച്ച് ദിവസമായിട്ട് നോമ്പിൻ്റെ ഒരു അവസാന 10 ദിവസങ്ങൾ അങ്ങനെ പൊന്നാനി മലപ്പുറം മണ്ഡലങ്ങളിൽ കൊണ്ടുപിടിച്ചുള്ള പ്രചാരണങ്ങൾ ഒന്ന് മന്ദഗതിയിലായ സാഹചര്യമായിരുന്നു. നാളെ മുതൽ പ്രചരണങ്ങൾ 2 മണ്ഡലത്തിലും സജീവമാകും. ഇന്ന് സ്ഥാനാർത്ഥികളൊക്കെ സ്വകാര്യ വ്യക്തികളുടെ സന്ദർശനം അല്ലെങ്കിൽ മുൻ നിശ്ചയിച്ച കൂടിക്കാഴ്ചകൾ അത്തരത്തിലുള്ള പദ്ധതികളാണ് സ്ഥാനാർത്ഥികൾക്കുള്ളത്. നാളെ മുതലാണ് വാഹന പ്രചാരണ പര്യടനങ്ങൾ 2 മണ്ഡലങ്ങളിലും പുനരാരംഭിക്കുന്നത്. മലപ്പുറത്ത് ഇതിനോടകം തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വസീഫ് വാഹന പ്രചാരണ പര്യടനം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു ഘട്ടം വാഹന പ്രചാരണത്തിൻ്റെ ഒരു ഘട്ടം പൂർത്തിയാക്കി. മണ്ഡലത്തിൽ ഇതിനോടകം 4 ഘട്ടങ്ങൾ അദ്ദേഹം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. പൊന്നാനിയിലാണെങ്കിൽ ഹംസയും സമാനമായ രീതിയിൽ തന്നെ പ്രചാരണത്തിൽ ഏറെ മുൻപിലാണ്. കാരണം മറ്റുള്ളവരെക്കാൾ നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇടതുപക്ഷത്തിന് കഴിഞ്ഞതാണ്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളാണെങ്കിലും നാളെ മുതൽ കൃത്യമായ ഷെഡ്യൂൾ അനുസരിച്ചുള്ള ഒരു പര്യടനം തുടങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്വകാര്യ സന്ദർശനങ്ങളുണ്ടായിരുന്നു, അത്തരത്തിലുള്ള കൂടിക്കാഴ്ചകളുണ്ടായിരുന്നു. പക്ഷേ വാഹന പ്രചരണമോ അത്തരം നിശ്ചയിച്ച തരത്തിലുള്ള പ്രചരണമോ ഉണ്ടായിട്ടില്ല. അത് പെരുന്നാളിൻ്റെ ഒരു തിരക്കും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് ഇതിന് കാരണം. BJP സ്ഥാനാർത്ഥികളെ 2 മണ്ഡലത്തിലും പ്രചരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രധാനമായിട്ടും ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷ പൊന്നാനിയിലും മലപ്പുറത്തും സമസ്ത അടക്കമുള്ള സാമുദായിക സംഘടനകളിൽ നിന്നുള്ള വോട്ട് അത് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് ഒരു സാഹചര്യം സൃഷ്ടിക്കുമെന്നൊരു പ്രതീക്ഷയാണ് മലപ്പുറത്തും പൊന്നാനിയിലും ഇടതുപക്ഷം പങ്കുവയ്ക്കുന്നത്. മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീറിന് എതിരെ സമസ്തയിലെ ഒരു വിഭാഗത്തിന് അമർഷമുണ്ട്. അദ്ദേഹം തുടർച്ചയായി ഈ യുവാക്കൾക്ക് അവസരം കൊടുക്കാത്ത നിലപാടിൽ മുസ്ലിം യുവജന സംഘടനകൾക്കും അമർഷമുണ്ട്. ഇത്തരത്തിലുള്ള മുസ്ലിം ലീഗിനുള്ളിലെ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പിന്തുണയ്ക്കുന്ന സാമുദായിക സംഘടനകളുടെ എതിർപ്പൊക്കെ ഇത്തവണ ഇടതുപക്ഷത്തെ തുണയ്ക്കുമെന്നൊരു പ്രതീക്ഷയാണ് അവർക്കുള്ളത്. പൊന്നാനിയിലും മലപ്പുറത്തും ഇത്തരത്തിലൊരു പ്രതീക്ഷ തന്നെയാണ് അവർ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് 2 മണ്ഡലത്തിലും BJP ആകട്ടെ വോട്ട് ബാങ്ക് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ള ഒരു ശക്തമായ പ്രചരണത്തിലാണുള്ളത്. എന്താണെങ്കിലും നാളെ മുതലാണ് ഈ 2 മണ്ഡലങ്ങളിലും ഷെഡ്യൂൾ പ്രകാരമുള്ള വാഹന പ്രചരണ പര്യടനമടക്കം ആരംഭിക്കുക.